ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെതായിട്ടോ. ഇതിപ്പോൾ ഡ്രിങ്കായിട്ട് സ്മൂത്തി ആയിട്ട് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ബദാം, പിന്നെ കുരുകളഞ്ഞെടുത്ത ഡേറ്റ്സ്, പിന്നെ ആൽമണ്ട്, കാഷ്യൂനട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തിളച്ച പാലൊഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് ബാർലി ആണ്, ഒരു അരക്കപ്പോളം ബാർലി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു നോമ്പ് സമയത്ത് ബാർലി ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാട് പോഷക സമൃദ്ധമാണ് ബാർലിക്കുള്ളത്. പ്രമേഹം നിയന്ത്രിക്കാൻ, ജലാംശം നിലനിർത്താൻ, യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയെല്ലാം നല്ലതാണ്. ഇനി ഒരു കുക്കറിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാർലി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു സെയിം ജാറിലേക്ക് തന്നെ ബാർലി വേവിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ തിളപ്പിച്ചെടുത്ത പാലുണ്ടല്ലോ, അതിൻ്റെ ബാക്കി കുറച്ച് പാലുകൂടിയുണ്ട്. ആ ഒരു പാലും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ആ ഒരു ഡേറ്റ്സിൻ്റെ മധുരം മാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി രുചിയായിരിക്കും. പിന്നെ ഒരു സ്മെല്ലിനായിട്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബൗളിലേക്ക് ഇതും കൂടി മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ആ ഒരു ഡ്രിങ്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഡേറ്റ്സിൻ്റെ മധുരം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഹെൽത്തി വൈസ് അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഷുഗർ ചേർത്തോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. എന്നിട്ടിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. സ്മൂത്തി ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.